എൻഡിഎയുടെ കേരള പദയാത്ര ഇന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കും. പദയാത്ര ക്യാപ്റ്റൻ കെ സുരേന്ദ്രന്റെ അഭാവത്തിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് പദയാത്ര നയിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേർന്നുണ്ട്. വിനീഷ്, എത്രത്തോളം ആവശ്യത്തിലാണ് ബിജെപി പ്രവർത്തകർ? വലിയ ആവേശത്തിൽ തന്നെയാണ് നടത്തുകയാണ്. അദ്ദേഹമാണ് എറണാകുളം ജില്ലയിലെ പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നതും പദയാത്രയുടെ പര്യടനം നടത്തുന്നതും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പദയാത്രയുടെ പര്യടനം നടത്തുന്നതും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അഭാവത്തിലാണ് അദ്ദേഹം പദയാത്രയുടെ ഭാഗമായി പദയാത്ര എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നയിക്കുന്നത്. വൈകുന്നേരം രാജേന്ദ്ര മൈതാനിയിലാണ് വൈകിട്ട് പരിപാടിയുടെ പൊതുസമ്മേളനവും പദയാത്രയുടെ ആരംഭവും ഉണ്ടാവുക. ബിജെപി മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയും മധ്യപ്രദേശ് സംസ്ഥാന നഗരവികസന ഭവന മന്ത്രാലയ മന്ത്രിയുമായ കൈലാസ് വിജയ് വർഗിയാണ് വൈകുന്നേരത്തോടുകൂടി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അഭാവത്തിൽ AP അബ്ദുള്ള കുട്ടിയായിരുന്നു പര്യടനം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയത്. ഇന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശാണ്. എന്തായിരുന്നാലും വലിയ ആവേശം തന്നെയാണ് ഈ പദയാത്രയിലുടനീളം ബിജെപിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് തന്നെയായിരിക്കും ഈ പദയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും നടത്തുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത് 27-ാം തീയതി തിരുവനന്തപുരത്ത് ഈ പദയാത്രയുടെ സമാപന സമ്മേളനം ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിൽ പ്രചരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലേക്ക് എത്തുമ്പോൾ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കൂടുതൽ ശക്തി പകരും എന്ന് തന്നെയാണ് BJP നേതാക്കൾ വിലയിരുത്തുന്നത്. അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും നടത്തുന്നത്. നിരവധി തവണയായി കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പല ഘട്ടങ്ങളിലായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് സന്ദർശനം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് തന്നെ വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ കൊണ്ടുവരാൻ BJP കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പദയാത്രയ്ക്ക് സംസ്ഥാനത്ത് ഉടനീളം വലിയ സ്വീകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 16 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ പദയാത്ര പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ കൂടി പദയാത്ര പൂർത്തീകരിക്കുമ്പോൾ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ പദയാത്ര പൂർത്തീകരിക്കും. എന്തായിരുന്നാലും ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെ ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പദയാത്രയുടെ ഭാഗമാക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ച് BJPയുടെ ഭാഗമാകാൻ നിരവധി പ്രവർത്തകർ ദേശീയധാരയിലേക്ക് അംഗത്വം എടുത്തുകൊണ്ട് BJPയുടെ അംഗത്വം എടുത്തുകൊണ്ട് ഓരോ പദയാത്രയിലും 100 കണക്കിന് പ്രവർത്തകർ BJPയുടെ ഭാഗമാകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ മാറ്റം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന വിലയിരുത്തൽ തന്നെയാണ് BJP നേതാക്കളും നടത്തുന്നത്. വ്യക്തമാണ്. എൻഡിഎയുടെ കേരള പദയാത്ര ഇന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുക. പദയാത്രാ നായകൻ കെ സുരേന്ദ്രന്റെ അഭാവത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ് പദയാത്ര നയിക്കുന്നത്. വിനീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.